ഹലോ അസ്സലാമലൈക്കും. എനിക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കൊരു ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. ഞാൻ ഷിഫ്റ്റിന് പോകാൻ വേണ്ടി നീറ്റൊന്നുമല്ല കേട്ടോ. ഞാൻ രാവിലെ ഭയങ്കര വിശപ്പ് അപ്പോൾ നീറ്റതാണ് ഞാൻ. അപ്പോൾ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് പറയുമ്പോൾ ഞാൻ നോർമലി ഒരു 11 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ് കണ്ണുറന്ന് നീക്കാറ്. ഇതിപ്പോൾ ഒരു 9:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ നല്ല വിശപ്പ് ഉള്ള കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇങ്ങനെ എടുക്കല്ലേ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ രസത്തിനെന്ന് വിചാരിച്ചു. നൂഡിൽസ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. എനിക്ക് ഞാൻ അങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽ ഇങ്ങനെ തോണ്ടി പോയപ്പോൾ അതിലുണ്ടായിരുന്നു ഇങ്ങനെ കൊറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇന്ത്യയിൽ എപ്പോഴും ഫീൽഡിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ വരിക. അപ്പോൾ അതിലുണ്ടായിരുന്നു നൂഡിൽസ് ഇങ്ങനെ വെച്ചിട്ട് ചീസ് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ മുട്ട ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഓരോ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു നൂഡിൽസ് കഴിക്കാൻ ഭയങ്കര പുതിയാവുക. അപ്പോൾ ഞാൻ പുറത്ത് ഇവിടെ ഒരു കട ഉണ്ട്. ആ കട എപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് പോയാലും തുറന്നിട്ടുണ്ടാവില്ല. ഇപ്രാവശ്യം തുറന്നിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നാലും ആ കടയൊക്കെ ഒരു നൂഡിൽസൊക്കെ മേടിച്ചിട്ട് വരണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പ്രഭാത കർമ്മങ്ങൾ ചെയ്യാം. ഞാനിപ്പം നീട്ടുള്ളൂ പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് കടയിൽ പോകാം. രാവിലെ നീറ്റ അപ്പമുള്ള പരിപാടിയാണല്ലോ ഈ പല്ല് തേപ്പും മുഖം കഴുകലും എല്ലാതും. പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെയൊക്കെ നേരത്തെ കാലത്ത് ചില സമയത്ത് മാത്രമേ തേക്കുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഒരു 12 ആകുമ്പോൾ മാറ്റാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അറിയാതൊരു 12 കറക്റ്റ് 12:30 നീക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 12:15 നീക്കും. അപ്പോൾ പിന്നെ വേഗം വന്ന് പല്ലേച്ച് മുഖം കഴുകി അങ്ങനെ ഒരു പോക്കാണ്. ഇതിപ്പോൾ ഒന്ന് വിശന്ന കാരണം കൊണ്ടാണ് നേരത്തെ നീരിട്ടോ. അല്ലെങ്കിൽ തീരെ സമയമില്ലാത്തൊരു ഓട്ടാക്കാരം. സത്യം പറഞ്ഞോളാം വന്ന പാട് എൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര കുരുക്കളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ കുരുക്കൾക്ക് നല്ല കുറവുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ചെറിയ എന്തൊക്കെയോ വെള്ളക്കുരുൾ മാത്രമേ വരാനുള്ളൂ കേട്ടോ. എങ്ങനെ പോയെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നൈറ്റ് ഷിഫ്റ്റ് എടുത്തു. അതായത് വെയിൽ കൊള്ളൽ കുറച്ച് കുറവായിരുന്നു. അത് കാരണം കൊണ്ടാവാം മേ ബി എനിക്ക് കുരുക്കളൊക്കെ കുറഞ്ഞത്. ഇപ്പോൾ ഞാൻ വീണ്ടും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കുരുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്തായാലും മുഖം വലിയ പ്രശ്നമല്ല, കുറച്ച് നല്ലപോലെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയി ആദ്യം കുറച്ച് തണുത്ത വെള്ളം കുടിക്കാം ഗൈസ്. എനിക്ക് അത്യാവശ്യം കുറച്ച് നല്ല ജലദോഷമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് തണുത്ത വെള്ളം കുടിക്കണമെന്നാണ് ഇവിടെ ഒരു ശീലം കേട്ടോ. കാരണം പുറത്ത് നല്ല ചൂടാക്കാരം. അപ്പോൾ ആ ചൂടത്ത് നമ്മൾ നോർമൽ വാട്ടർ കുടിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് സുഖം കിട്ടില്ല. അപ്പോൾ പിന്നെ എപ്പോഴും തണുത്ത വെള്ളം മാത്രം കേട്ടോ ഇവിടെ ഇരുന്ന് കുടിക്കാറുള്ളത്. തൊണ്ടവേദന അങ്ങോട്ട് വരാറില്ല എന്തുകൊണ്ട്. നേരെ അപ്പുറത്തെ കടയിലേക്ക് പോയിട്ട് നമുക്ക് നൂഡിൽസും എഗ്ഗൊക്കെ മേടിച്ചിട്ട് വരാം കേട്ടോ. സാധാരണ എല്ലാ പ്രാവശ്യവും ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനം മേടിക്കാറ്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം അവിടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇവിടെ നിന്ന് മേടിക്കുമ്പോഴാവുമല്ലോ കുറച്ചുകൂടി പൈസ കുറവ് കിട്ടുക. കാരണം ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു 100 രൂപ 150 രൂപേൻ്റെ മേലേക്ക് എന്തായാലും മേടിക്കണം. എന്നാലുള്ള ഫ്രീ ഡെലിവറി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഡെലിവറിക്കായിട്ട് 100 രൂപ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. ഒരു നൂഡിൽസും പിന്നെ ഒരു മുട്ടൻ്റെ പാക്കറ്റും ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റും 2-3 മുട്ടയും അത്ര മേടിക്കാമല്ലോ. അപ്പോൾ നമുക്കത് ഇവിടുന്ന് മേടിക്കാം. കട തുറന്നിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യം തീരുമാനമായി. ഗൈസ് ഭാഗ്യത്തിന് കട തുറന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സാധനം കിട്ടി ഗൈസ്. ഇത് നമുക്ക് പോയി ഉണ്ടാക്കി കഴിക്കാം. അവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു 3 മുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ്. ഈ ലിസ്റ്റിലില്ലാത്ത ഒരു ക്രീം ബണ്ണ് വെച്ചിട്ടുണ്ട്. ഈ ബണ്ണ് നല്ല രസമാണ്. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ക്രീം ബണ്ണ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ അഗാരോൻ്റെ എഗ് ബോയിലറിലാണ് കേട്ടോ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ പിന്നെ കണക്കുകളുള്ള കാരണം കൊണ്ട് എനിക്കൊരു ഹാഫ് ബോയിൽഡ് എഗ്ഗ് മതി കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലത്തെ എഗ്ഗ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെക്കട്ടെ. അപ്പോൾ ഇനി കുക്കിംഗ് ആവാൻ കുറച്ച് ഈ അഗാരോൻ്റെ ബോയിലറുള്ള കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ 2 സ്റ്റൗ ആവശ്യമുണ്ട്. കാരണം ഒന്നിൽ നൂഡിൽസ് ഉണ്ടാക്കണം, ഒന്ന് ചായ ഉണ്ടാക്കണം. അപ്പോൾ 2 സ്റ്റൗ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ മുട്ട ഇവിടെ പുഴുങ്ങും. അപ്പോൾ ഞാൻ എഗ് ബോയിലറിലാണ് കേട്ടോ എപ്പോഴും വെക്കാറ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് എഗ് പൗച്ച് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ട് എഗ് ബോയിലർ ആട്ടോ ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. അതാകുമ്പോൾ 5 മിനിറ്റ് മതി ഒരു മുട്ട പുഴുങ്ങി കിട്ടാൻ. അത്ര കുറേ സമയം വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയോ ആയില്ലേ അങ്ങനെ ചിന്തിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. നൂഡിൽസിൽ എന്താണ് നെയ്യ് ഇടുന്നതെന്ന് വിചാരിക്കും. ചില ആൾക്കാർ എണ്ണ ഒഴിക്കാറുണ്ട്. ഞാൻ വെറൈറ്റി ആയി നെയ്യ് ഇടുന്നതെന്ന് വെച്ചാൽ എനിക്ക് നെയ്യിൻ്റെ ചുവ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഗീ റോസ്റ്റ് കടല അത് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കുറേ നെയ്യ് ഉണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടം. എനിക്ക് ബട്ടർ നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ചില കാണുന്ന ആൾക്കാരൊക്കെ പറയും വെറുതെ അല്ല എങ്ങനെ ഇരിക്കണതെന്ന്. ഞാൻ കുറച്ച് തടിച്ചിട്ടാണല്ലോ ഇരിക്കണത്. അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഹാഫ് ബോയിൽഡ് എഗ്ഗും ഉണ്ടാക്കി. ഹാഫ് ബോയിൽഡ് എഗ്ഗ് ഇങ്ങനെ നെക്കും ഇങ്ങനെ പിളുമ്പിളുന്നുണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ട നൂഡിൽസ് വിത്ത് ചായ.
ചായൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ ക്രീം ബണ്ണ്, ഈ ക്രീം ബണ്ണ് നമുക്ക് അവസാനം കഴിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ നൂഡിൽസിക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. എനിക്കിഷ്ടമാണ് ടൊമാറ്റോ സോസ്. നമുക്ക് നമ്മൾ ഹാഫ് ബോയിൽഡ് എഗ്ഗ് കഴിച്ച് നോക്കാം. എനിക്ക് നല്ല നല്ല പുഴുങ്ങി വരുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനത്തെ ഹാഫ് ബോയിൽഡ് എഗ്ഗാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ ഈ നൂഡിൽസും എഗ്ഗും ആദ്യം വയറ്റി കാക്കട്ടെ ഗൈസ്. ഞാൻ ഈ പാത്രം ഫിനിഷാക്കി. പിന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ക്രീം ബണ്ണ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷെ എന്നെ കൊണ്ട് വയ്ക്കണില്ല. ഈ രാവിലെ കഴിച്ചിട്ടൊന്നും അധികം ഈ സമയത്ത് കഴിച്ചിട്ട് ശീലമല്ല. എനിക്ക് വിശന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിച്ചാണ്. അപ്പോൾ ആ വിശപ്പിൻ്റെ ഊക്കിൽ ഞാൻ പലതും കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ എല്ലാം കൂടി എൻ്റെ വയറ്റിലോട്ട് പോകില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ക്രീം ബണ്ണ് പിന്നെ എപ്പോഴും കഴിക്കാം ഗൈസ്. ഈ കട്ടൻ ചായ കുടിക്കുമ്പോൾ സുഖം ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ. അപ്പോൾ ഇനി ഞാൻ പോയി കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് നീറ്റ് വരാം ഗൈസ്. ഇപ്പം തന്നെ 11:25 ആയിക്കുന്ന ടൈം. ഒരു 12:30 ആകുമ്പോൾ നമുക്ക് നീറ്റ് മാറ്റാൻ തുടങ്ങണം. മാറ്റിയിട്ട് പോകണം. സോ ഗൈസ്, ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമുക്കിനി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോകാം. നമുക്ക് നമ്മുടെ യൂണിഫോം മാറ്റാൻ പോകാം ഗൈസ്. പണിക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ആകെ ക്ഷീണം വരുന്നു. പക്ഷെ പണ്ടെന്താ കാര്യം, നമ്മൾ പണിക്ക് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മാറ്റാം ഗൈസ്. സോ ഗൈസ്, നമ്മുടെ മാറ്റൽ കഴിഞ്ഞു. ഇനി നമുക്ക് ID കാർഡ് ഇടണം, വാച്ച് ഇടണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ നെയിൽ പോളിഷ് ഒന്ന് നേരാക്കണം കേട്ടോ. അവിടെ നെയിൽ പോളിഷ് നിർബന്ധമാണ്. ഞങ്ങൾക്ക് റെഡ് നെയിൽ പോളിഷ് തന്നെ വേണം. അപ്പോൾ ഇത് കുറച്ച് പിച്ച് പെറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നേരം പോലെ ആക്കിയിട്ടിടണം. ലേശം ബ്ലഷിൻ്റെ കുറവുണ്ട്, ബ്ലഷ് ഇട്ട് കേട്ടോ. ബ്ലഷായില്ലേ? വാവ്. ഇതിലേക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ സ്പ്രേ. മണക്കട്ടെ. സോ ഗൈസ്, എൻ്റെ റെഡി ആവൽ കഴിഞ്ഞു. പച്ച സാരി, മഞ്ഞ ഹെൽമെറ്റ് ഇട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. ഇനിയാണ് നമ്മുടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ കാണുമ്പോൾ ഇവിടെ വെയിലൊന്നും കാണുന്നില്ല. ഞാൻ വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അത്രയും വെളിച്ചം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടാവും. അപ്പോൾ ഈ വെയിൽ താങ്ങാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഈ ഗ്ലൗസ് ഇട്ടിട്ട് പോകണം കേട്ടോ. കാരണം എൻ്റെ കൈ നല്ല വൃത്തികേടായിക്കണ്. ഞാൻ വന്നപ്പോൾ എൻ്റെ മുഖം ഏകദേശം വൃത്തികേടായിരുന്നു, പിന്നെ കൈ വൃത്തികേടായിരുന്നു. കൈ ഇപ്പോഴും എനിക്ക് നേരാക്കാൻ പറ്റിയിട്ടില്ല. മുഖം പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയ കാരണം കൊണ്ട് ഇച്ചിരി ഇങ്ങനെ നേരായിട്ട് വരുന്നുണ്ട് കേട്ടോ. കുരുവിനൊക്കെ ഭയങ്കര കുറവുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വർക്ക് തുടങ്ങി. വർക്ക് പിന്നെ എനിക്ക് കുറേ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ഫോൺ മേടിച്ച് വെക്കും. നമുക്ക് 6 ഒക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് ക്യാമറ ചെക്ക് ചെയ്യണ കാരണം കൊണ്ട് ഫോൺ കുറേ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ പണിയൊക്കെ ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുവാണ്. അങ്ങനെ വർക്കിന് ഇരുന്നിരുന്ന് 10 മണിയായി. ഞങ്ങൾക്ക് ഏറെക്കുറെ ഇറങ്ങാനാവും. 10:30 ആകുമ്പോഴേ ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ ഏറെക്കുറെ വർക്ക് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ 10:30 ഞങ്ങൾ ഇറക്കി വിടില്ല. 11 മണിയാവും ഇറക്കി വിടുമ്പോഴത്തേനും. ഈ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു 11:30 ടൈം ആയപ്പോഴാണ്. അപ്പോൾ ഞാൻ റൂമിലെത്തുന്നത് 12 മണിക്കാണ്. ഇനിയിപ്പോൾ ഉറങ്ങാനാകുമ്പോഴത്തേന് 1 മണിയാവും. പിന്നെ നീരിട്ട് 12:30 പോകണം. അതൊക്കെ ആലോചിക്കുമ്പോഴാണ്. അത് പിന്നെ നമുക്ക് രാത്രി ഉറങ്ങാലോ എന്ന് ആലോചിക്കുമ്പോൾ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് കുറച്ച് സുഖമാണ് കേട്ടോ. മോർണിംഗ് ഷിഫ്റ്റും സുഖമാണ്. പക്ഷെ മോർണിംഗ് ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് നേരത്തെ കാലത്ത് ഇച്ചിരി നേരത്തെ നീറ്റ് പോകണ്ടേ. അത് ആലോചിക്കുമ്പോൾ കുറച്ച് ഇടങ്ങാറാണ്. അപ്പം ഞാൻ വേഗം തന്നെ മുടിയൊക്കെ കെട്ടയക്കുകയാണ്. കാരണം അത് കഴിഞ്ഞിട്ട് വേണമല്ലോ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പിന്നെ എന്ത് ചെയ്യണം, നമ്മളെ മേക്കപ്പ് റിമൂവ് ചെയ്യണം. ഞാൻ മേക്കപ്പ് റിമൂവറൊക്കെ ഉപയോഗിച്ചിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഞാനൊരു ബാമാണ് കേട്ടോ. അത് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് യൂസ് ചെയ്തിട്ട് അത് വേണം. ആ ബാം വേണം ലിപ്സ്റ്റിക്ക് കളയാൻ വേണ്ടി. അല്ലാതെ ലിപ്സ്റ്റിക്ക് പോവുകയില്ല കേട്ടോ ചുണ്ടുമ്പന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ തേച്ച് ഫേസ് വാഷ് ചെയ്ത് അടുത്ത് പിന്നെ നേരെ കുളിക്കാൻ വേണ്ടി പോയി. പിന്നെ കുളി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു അണ്ടർ ഐ ക്രീമാണ് തേക്കുന്നത്. ഇത് മമ്മക്ക് ഓർഡർ ചെയ്തതാണ്. പക്ഷെ മമ്മ അഡ്രസ്സ് മാറ്റിയിട്ട് എൻ്റെ ഇവിടുത്തെ അഡ്രസ്സായി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കയ്യിൽ ഇരിക്കണ കാരണം കൊണ്ട്
ഞാൻ ചില സമയത്ത് എപ്പോഴും തേക്കാറില്ല, എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ അത് ഇങ്ങനെ കണ്ണടി തേച്ച് ചെറുതായിട്ട് മസാജ് ചെയ്ത് വെക്കാറ് കേട്ടോ. പിന്നെ ഡെയിലി വന്നാൽ നമ്മൾ ഈ ജാക്കറ്റ് സോക്സും തിരുമ്പിടണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർ കണ്ടം വഴി ഓടുന്നു പറയില്ലേ, അതേപോലെ മണം കേട്ട് ഓടിപ്പോവും. അങ്ങനെ പിന്നെ ഞാൻ ബെഡും എൻ്റെ ബെഡ്ഷീറ്റും പുതപ്പും തലേണൊക്കെ കുടഞ്ഞ് വൃത്തിയാക്കി ഞാൻ കെടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഓരോ ടൈം ആകുമ്പോൾ അങ്ങനെ കെടുക്കും കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ കിടന്നു എന്നുള്ളൂ, ഞാൻ വേഗം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേഗം കെടുക്കുകയാണ്. കുറച്ച് വെള്ളം കുടിച്ച് നമ്മൾ എടുത്ത് വെച്ച് നേരെ ഡിം, ഇനി ഒരൊറ്റ ഉറക്കം, ഇനി ഉറങ്ങണം നമ്മൾ അറിയേയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ.